ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടപ്പോൾ അതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചുവേ. എന്നാന്ന് വെച്ചാലേ, നമ്മളുടെ അമ്മമാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മൾ ചെറുതായിരുന്നപ്പോൾ അമ്മയ്ക്ക് എന്താ ജോലി ചോദിക്കുമ്പോൾ ഹൗസ് വൈഫാന്ന് പറയും. അത് ഇപ്പോഴും, പണ്ടും അല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ അപ്പൊ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുകയല്ലേ, ഒരു ജനറൽ നോഷനാണ്. എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ, ഈ ഹൗസ് വൈഫ്, ദ സോ കോൾഡ് ഹൗസ് വൈഫ്, ഒരു ദിവസം അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതും അവരുടെ ഡേ എൻഡ് ചെയ്യുന്നതും എപ്പോഴാണ്? അവർ കൈവെക്കാത്ത ഏരിയകൾ ഏതെങ്കിലും ഉണ്ടോ? സ്റ്റാർട്ടിങ് ഫ്രം കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ്, കുട്ടികളെ പഠിപ്പിക്കണം, സ്കൂളിൽ കൊണ്ടുപോകണം, ട്യൂഷന് കൊണ്ടുപോകണം. ബട്ട് സ്റ്റിൽ ഏതെങ്കിലും ഒരു സദസ്സിൽ ചെല്ലുമ്പോൾ എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഐ എം എ ഹൗസ് വൈഫ്. ഓ, പണിയൊന്നും ഇല്ല അല്ലേ? അത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നതെന്നറിയോ? ഇറ്റ്സ് ബാഡ്, യുനോ. ഞാൻ ചെറുതായിരുന്നപ്പോ എൻ്റെ അമ്മ ഇടയ്ക്ക് പറയാറുണ്ട്, എടി ജോലിക്ക് പോയിരുന്നെങ്കിൽ ഇപ്പോൾ റിട്ടയർ ആയിട്ട് പെൻഷനൊക്കെ വാങ്ങിച്ച് കംഫർട്ടായിട്ട് എൻ്റെ ഇഷ്ടത്തിനൊക്കെ നടക്കായിരുന്നല്ലോ, എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ ആരോടും ചോദിക്കണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ടായിരുന്നേ. അപ്പോൾ ഒന്ന് എനിക്കത് അത്രയും കാരണം നമുക്ക് വിശക്കണു, നമ്മൾ സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്നു, ചൂടോടെ ആഹാരം റെഡിയാണ്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കിട്ടണു. അപ്പം ഒരിക്കലും അങ്ങനെ പറയുമ്പോഴും നമുക്കതിൻ്റെ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാനും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാനും ഇപ്പോഴും ഒരു ഹൗസ് വൈഫാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ ഹൗസ് വൈഫ് എന്ന ടേമില് നിസാരവൽക്കരിക്കുമ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കുടെ ഫീലിങ്സ് എന്താണ്? ഇറ്റ്സ് എ നെവർ എൻഡിങ് ജോബ്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ സിങ്കി കിടക്കുന്ന പാത്രമൊക്കെ എടുത്ത് ടീർ കൊടുക്കാൻ തോന്നാറുണ്ട്. ബിക്കോസ് നെവർ എൻഡിങ് ജോബ്. ആ സിങ്ക് ഒരിക്കലും ഖാലിയാവില്ല. ആരെങ്കിലും ഒക്കെ കോൺട്രിബ്യൂഷൻ അതിലേക്ക് ഇടും. ഇടാൻ മാത്രമേ കോൺട്രിബ്യൂഷൻ ഉള്ളൂ, അതിൽ നിന്ന് വാഷ് ചെയ്ത് മാറ്റാൻ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല. എപ്പോഴും വിശപ്പാണ്. ബിലീവ് മീ, എൻ്റെ വിശപ്പ് കുറഞ്ഞത് ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങിയ പിന്നെയാണ്. കാരണം കുക്ക് ചെയ്യുന്നതിനേക്കാളും കഷ്ടം ഒരു സാധനം ഉണ്ടാകണമെങ്കിൽ മിനിമം ഒരു 4 പാത്രമെങ്കിലും വേണ്ടി വരും. കഴുകണമല്ലോ നമ്മളിതെല്ലാം. അപ്പം നമ്മൾ കഴിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കുറച്ച് കഴിച്ചാൽ മതി എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഇന്ന് അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. മീ ആസ് എ കിഡ് എങ്ങനെ ചിന്തിച്ചിരുന്നു, ഇപ്പൊ ഒരു ഗ്രോൺ അപ്പ് വുമൺ ആയി, ഞാനൊരു അമ്മയായി കഴിഞ്ഞപ്പോ ഇതിന് ബുദ്ധിമുട്ട് എന്നാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ നമ്മൾ ഒരിക്കലും താങ്ക്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അമ്മമാരോട് സ്കൂളിൽ വിട്ട് വന്നു ചോദിച്ചിട്ടില്ല. നമ്മളോട് ചോദിക്കാറുണ്ട്, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, സ്കൂളിൽ എന്തൊക്കെ സംഭവിച്ചു, എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ അമ്മമാരെ ഈഗേർലി. മിക്കവാറും ഞാനൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഗേറ്റിന്റെ അവിടെ മമ്മി ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഉണ്ടാവും. അവിടെ ഞാൻ നടന്നു വരണം നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ, പിന്നെ മത്സരമാണ് ഞാനും ചേച്ചിയും ഞങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാനായിട്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങൾ ചോദിച്ചിട്ടില്ല, മമ്മിയുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, മമ്മി ഇന്ന് എന്തൊക്കെ ചെയ്തു, മമ്മിക്ക് ഒരു ദിവസം ബ്രേക്ക് വേണോ, എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോ, ഇതൊന്നും നമ്മൾ അന്നേരം ചോദിച്ചിട്ടില്ല. അന്നേരമൊക്കെ നമുക്ക് നമ്മളുടേതായ തിരക്കുകൾ മാത്രമേ ഉള്ളൂ. സ്കൂളിൽ വിട്ട് വന്നു, ഹോംവർക്ക് ചെയ്യണം, വിശക്കണു, വിശപ്പ് കഴിഞ്ഞു, കുളിച്ചു, പഠിച്ചു, നമ്മളുടെ കാര്യങ്ങളെല്ലാം മുടക്കില്ലാതെ ഇവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ചോദിച്ചിട്ടില്ല. എന്നിട്ടും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വൈഫ് എന്തെടുക്കണു എന്ന് ചോദിക്കുമ്പോൾ ഹൗസ് വൈഫ് ലേബിളിങ്. ഇന്ന് ആ വീഡിയോ കണ്ടപ്പം എനിക്ക് എല്ലാവരോടും പറയണം തോന്നി, ഇനി അങ്ങോട്ടെങ്കിലും ഈ ഹൗസ് വൈഫ് ഒന്നും ചെയ്യുന്നില്ല, അവളൊന്നും ചെയ്യാറില്ല, അവൾ ഹൗസ് വൈഫ്, സ്റ്റോപ്പ് സെയിങ് ദാറ്റ്. ഒരു ദിവസം ചെയ്തു നോക്ക്, ഹൗസ് വൈഫ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. സാലറി ഇല്ലാത്ത ജോബ്, ഗ്രാറ്റിറ്റ്യൂഡ് ആരും പറയാത്ത ജോബ്, ആൻഡ് ഇറ്റ്സ് എ നെവർ എൻഡിങ് ടയറിങ് ജോബ്. സ്വന്തം ഇഷ്ടത്തോടു കൂടി എല്ലാ കാലവും എല്ലാവരുടെയും മുഷിഞ്ഞ തുണി അലക്കിക്കൊള്ളാമെന്ന് എവിടെയെങ്കിലും നമ്മൾ നേർച്ച തന്നിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്നത് എന്താ?
ഇപ്പോഴും നമ്മുടെ കുട്ടികളാണെങ്കിലും വീട്ടിൽ വന്നാൽ അമ്മേ എന്ന് വിളിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ആവശ്യമുണ്ട്. വൈകിട്ടായി കഴിയുമ്പോൾ നമ്മുടെ അമ്മമാര് കട്ടിലേക്ക് കിടന്നു കഴിയുമ്പോൾ അയ്യോ എന്ന് പറയും. നടുവേദനയോ കാലുവേദനയോ ഒക്കെ ആയിരിക്കും. കാരണം ദിവസം മുഴുവനും വീടിനകത്തൂടെയും പുറത്തൂടെയും നടന്നും ഓടിയും ഓരോ കാര്യങ്ങളും ചെയ്ത് ബൈ ദ ടൈം ബെഡിലോട്ട് ചെന്ന് കിടക്കുമ്പോൾ നടു നീർത്താൻ പറ്റാത്ത പോലത്തെ വേദനയായിരിക്കും. നൗ ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്കും ഇപ്പം അങ്ങനെ കിടക്കാൻ നേരത്ത്. അന്ന് അങ്ങനെയുള്ള സമയത്തും നമ്മളും ആ പ്രായത്തിൽ നമ്മളോട് പറയാതെ നമ്മൾ ചോദിച്ചിട്ടില്ല, എത്തിരി മരുന്നിട്ട് തരട്ടേന്നോ അല്ലെങ്കിൽ കാല് തിരുമ്പി തരട്ടേന്നോ എന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ചെറിയ കുട്ടികളായിരുന്നപ്പോ. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഹിസ്റ്ററി റിപ്പീറ്റ്സ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബുദ്ധിമുട്ടുകള്, നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ വിഷമതകള്, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റാതെ nobody asks. It's considered a duty. It's not a duty. വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നെ കേൾക്കുന്ന ലേഡീസിന് ഇത് കറക്റ്റ് മനസ്സിലായി കാണും ഈ ഒരു ഫീൽ എന്താന്ന്. അതിപ്പോ ഹൗസ് വൈഫ് തന്നെ ആവണം എന്നില്ല, ജോലിക്ക് പോണവരാകുമ്പോൾ എക്സ്ട്രാ ജോലിയും കൂടെ ചെയ്യണം. ഈ ജോലി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യണം. അപ്പൊ ഒന്നോടെ ഹെക്റ്റിക് ആവുക ചെയ്യാം. അപ്പൊ എന്നെ കേൾക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സായ ലേഡീസ് ഇത് മനസ്സിലാക്കുന്നുണ്ട്. ജെൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും കുറച്ചുകൂടെ ഒന്ന് കൺസിഡറേറ്റ് ആയിട്ട് പെരുമാറുക. നിങ്ങളുടെ അമ്മമാരോടും അമ്മമ്മമാരോടും ഒക്കെ കുറച്ചുകൂടെ സ്നേഹമായിട്ട് അവരോടും ചോദിക്കുക അവരുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, അവരെങ്ങനെ സ്പെൻഡ് ചെയ്തു, അവർ ഓക്കെ ആണോ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണോ. ആൻഡ് സ്റ്റാർട്ട് താങ്കിങ് ദം. നോബഡി നോസ് നമുക്ക് എന്ന് വരെ താങ്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയില്ല. സോ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. And never ever degrade a housewife because she can do wonders. And ഇച്ചിരി വിമ്മങ്ങ കലക്കി തന്നാണ്ടല്ലോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങൂല. So be there. Have a nice day. Bye.